എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടാണ്, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സിൽ സ്ഥിരപ്രവേശനം എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളും ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഈ ഒരു 1418 രൂപയോളമാണ് ഫീസ് വരുന്നത്. അതുപോലെ SC/ST ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 50 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ആപ്ലിക്കേഷനിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടക്കുകയും അതിനുശേഷം നിങ്ങളുടെ മോഡ് ഓഫ് അഡ്മിഷൻസ് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി എന്നുള്ളതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും സ്ഥിര പ്രവേശനം എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കോളേജിൽ നേരിട്ടെത്തി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകിക്കൊണ്ട് നിശ്ചിത ട്യൂഷൻ ഫീസ് അടച്ചുകൊണ്ട് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവേശനം എടുത്തതിൻ്റെ തെളിവായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ കോളേജിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കേണ്ടതാണ്. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്ത ശേഷം ടെമ്പററി എന്നുള്ള സെലക്ട് ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും കോളേജിൽ വിളിച്ച് നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് ചേരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ വെരിഫൈ ചെയ്യുന്നതിനും ആവശ്യപ്പെടുകയും അത് കോളേജിൽ നിന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനും സാധിക്കുന്നതാണ്. അഡ്മിഷൻ നേടുന്ന എല്ലാ വിദ്യാർത്ഥികളും കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏകദേശം ജൂലൈ 26-ാം തീയതിയോ അല്ലെങ്കിൽ 26-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 25-ാം തീയതിയോടെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കുകയും അതുപോലെ തന്നെ കോളേജിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കോളേജിൽ നിന്ന് വെരിഫൈ ചെയ്ത്, അതായത് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് കോളേജിൽ വിളിച്ച് വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ കൺഫേം ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. കോളേജിൽ സ്ഥിര അഡ്മിഷനാണ് വിദ്യാർത്ഥികൾ എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ കോളേജിൽ വിളിച്ച് നിങ്ങൾ ഈ ഒരു രീതിയിൽ, അതായത് കൺഫർമേഷൻ ചെയ്യേണ്ടതില്ല. നിങ്ങൾ നേരിട്ട് കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും എടുത്ത് പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതിയാകും. കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് കോളേജിൽ വിളിച്ച ശേഷം എത്ര രൂപ അഡ്മിഷൻ ഫീസായിട്ടും മറ്റും അടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോഴ്സ് ആൻഡ് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ +2-ൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾ ആപ്ലിക്കേഷനിൽ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകൾ കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീ പേയ്മെൻറ്റ് അടിച്ച ശേഷം നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് മെമ്മോ കൂടി കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആപ്ലിക്കേഷൻ എഡിറ്റിങ്ങും അതുപോലെ തന്നെ മോഡിഫിക്കേഷനും 24-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ആപ്ലിക്കേഷനിൽ, അതായത് 25-ാം തീയതിയല്ല, അതായത് നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ആ ഒരു ഘട്ടത്തിൽ അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ലഭിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നാളെയോടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിലവിലെ വേക്കൻസി അറിയാനായിട്ട് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളേജിലും, അതായത് ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ വേക്കൻസി കാണുകയാണെങ്കിൽ ആ ഒരു കോഴ്സിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.